മരണമാസ് ശിവപ്രസാദിൻ്റെ പടം. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മരണമാസ്. അത് തന്നെയാണ് ആ പടം. വളരെ നന്നായിട്ട് കുടുംബമായിട്ട് പോയി ഈ ഫെസ്റ്റിവൽ സീസൺ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് കുടുംബമായിട്ടിരുന്ന് ഉല്ലസിച്ച് ചിരിച്ച് കണ്ട് സന്തോഷിക്കാനുള്ള ഒരു പടം. അതാണ് മരണമാസ്. പടത്തിൻ്റെ നെഗറ്റീവ് ഒന്നും അങ്ങനെ ചഴഞ്ഞ് പറയാനൊന്നുമില്ല. നല്ല ഒരു ചെറിയൊരു തീം വളരെ സരസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നത് അതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് സംവിധായകൻ തന്നെയാണ്. സംവിധായകനും വേറൊരാളും കൂടി ഉണ്ട് അഭിനയിച്ച ആളുടെ പേര് എനിക്ക് ഷിജു സണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പിന്നെ ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ സിനിമയും ഇത്രത്തോളം സെലക്റ്റീവായിട്ട് അദ്ദേഹം സ്ക്രിപ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ ഇത് തോന്നുന്നു. ആ നടനെക്കുറിച്ച് ഓർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷിജു സണ്ണിയുടെ പെർഫോമൻസ് മാത്രമാണ് എനിക്കൊരു വലുതായിട്ടൊന്നും ഉൾക്കൊള്ളാൻ എന്തോ അതിലൊരു ഏച്ചുകെട്ടൽ പോലെ ഫീൽ ചെയ്തു. ഒരു അച്ഛൻ്റെ മിസ്സിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി എല്ലാവരും ഇപ്പോൾ സുരേഷ് കൃഷ്ണ, എടുത്തു പറയേണ്ടത് നമ്മുടെ രാജേഷ് മാധവ്, അദ്ദേഹമാണ് ഇതിൽ അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്പോയിലറായി പോകും, അതുകൊണ്ട് ആ ക്യാരക്ടറിൻ്റെ ഇത് പറയുന്നില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്. കാരണം വെറും കോമാളിത്തരം കാണിക്കുന്നത് മാത്രമല്ല, അതിലുപരി താൻ നല്ലൊരു ആക്ടർ എന്നുകൂടി രാജേഷ് മാധവ് തെളിയിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് നമ്മുടെ പഴയകാല ഇന്ദ്രൻ ചേട്ടൻ്റെ പരുവത്തിലൊക്കെ ആയിരുന്നു ആൾക്കാർ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ അതേയല്ല, നല്ല കാലിബറുള്ള ഒരു നടൻ തന്നെയാണ് രാജേഷ് മാധവ് എന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നെ ഓവറോൾ പിന്നെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഒരു ഏച്ചുകെട്ട് പോലതൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ ആ ഫിലിമിൻ്റെ കണ്ടൻറ്റും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകരെ എത്രത്തോളം എൻഗേജ് ചെയ്യിക്കുന്നു എന്നുള്ളതിലാണ്. അത് 101% ആ സിനിമ ചെയ്യുന്നുണ്ട്. ചെറിയ ലാഗ് ചില സ്ഥലങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ കോമഡി കൊണ്ട് ഇല്ലാതാകുന്നു. ഒരു ഹ്യൂമർ ഏത് തരക്കാർക്കും ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമഡി തന്നെയാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫാമിലിയായിട്ട് കുടുംബസമേതം പോയി കണ്ട് രസിക്കാൻ പറ്റുന്ന, പൈസയ്ക്ക് വസൂലാണ്, പൈസയ്ക്ക് വർത്താണ് ഈ സിനിമ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് പിന്നെ ഈ വെറും ഒരു വോയിസ് കൊണ്ട് മാത്രം എങ്ങനെ പ്രേക്ഷകരിൽ ചിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ തരംഗമായി പണ്ട് മുതലേ തരംഗമായിട്ടുള്ളൊരു സ്ത്രീയുടെ ശബ്ദം അവർ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് പ്രേക്ഷകരിൽ അവരുടെ ആ ശബ്ദം വരുന്ന സമയത്തൊക്കെ, കാരണം അതൊക്കെയാണ് ഒരു ഡയറക്ടറുടെ കഴിവും അല്ലെങ്കിൽ ആ എഴുത്തിൻ്റെ കഴിവും എന്ന് പറയുന്നത്. ആ ഒരു ശബ്ദം അവരെ കാണിക്കുന്നത് പോലുമില്ല, ആ ശബ്ദം കൊണ്ട് മാത്രം എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു. നമ്മുടെ പഴയ പ്രിയദർശൻ്റെ ഒരു സിനിമയുടെ ഒരു ചായ്വൊക്കെ പല സ്ഥലങ്ങളിലും തോന്നി. ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വരണം, ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള സിനിമകളെ. കാരണം സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. നമുക്കൊരു 2 മണിക്കൂർ ഇല്ലെങ്കിൽ 2.5 മണിക്കൂർ ചിരിച്ച് ഉല്ലസിക്കുക, നമ്മുടെ എല്ലാത്തിൽ നിന്നൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ള തന്നെയാണ് ഒരു സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ സിനിമ 101% നമുക്ക് തരുന്നുമുണ്ട്. ഡയറക്ഷനും അത്യാവശ്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ എടുത്തു പറയേണ്ട ഒരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ അഭിനയം എത്ര നാടൻ നായയാണ്, എന്ത് ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരുണ്ട്, ബാബു ആൻ്റണി. നമ്മൾ ഇതുവരെ കണ്ട് പരിചിതമല്ലാത്തൊരു റോളിലാണ്. പക്ക കോമഡിയാണ്, ഹ്യൂമറാണ് അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ആദ്യം കാണിക്കുന്ന സമയം മുതൽ അവസാനം വരെ ആ ചിരി, ആ കറക്റ്റ് ആക്ഷൻ സ്റ്റാർ, മുമ്പത്തെയൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആക്ഷൻ കിങ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും ഇതൊക്കെ പറ്റും എന്നുള്ളതാണ്. ഒരു ആക്ടറെ എങ്ങനെ ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ അയാളെ എങ്ങനെ മെരുക്കിയെടുക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ശിവപ്രസാദ് എന്ന് പറയുന്ന ഡയറക്ടർ. അദ്ദേഹം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവൻ എന്തിനധികം പറയുന്നു, അതിലൊരു ബസ്സുണ്ട്, ആ ബസ്സിനെ പോലും നന്നായിട്ട് അഭിനയിപ്പിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ അതിൽ ഒരു ലീഡ് റോളെന്ന് പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, ഒരു വയസ്സായിട്ടുള്ളൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ അവർക്ക് കിട്ടിയ ക്യാരക്ടർ റോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിൽ ബേസിൽ ജോസഫിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വന്ന് വെറും 2 സീനിൽ വന്നു പോകുന്നൊരു ചെറുപ്പക്കാരൻ പോലും, അദ്ദേഹത്തിനൊന്നും പേരെനിക്കറിയത്തില്ല, അദ്ദേഹം പോലും വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓവറോൾ വളരെ ഹാപ്പിയാണ് സിനിമ കണ്ടിട്ട്. നെഗറ്റീവ് എന്ന് പറയാൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലോജിക്കും നമ്മുടെ ഇതും പറയുന്ന സാധനം ടിക്കറ്റ് എടുക്കുന്ന ആ സമയം തന്നെ നമ്മൾ ഉപേക്ഷിക്കുക. ലോജിക്ക് എന്ന് പറയുന്ന സാധനവും കൊണ്ട് സിനിമയ്ക്കകത്ത് മരണമാസ് കാണാൻ ആരും കയറരുത്. ലോജിക്ക് വെളിയിൽ വെച്ച് ഒരു നല്ലൊരു സിനിമ ആസ്വദിക്കാൻ വേണ്ടി
ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ആ പെൺകുട്ടി ഇതിനു മുമ്പേ ഞാൻ അയാം കാതൽ എന്ന് പറയുന്ന സിനിമയിലാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഈ ഫെസ്റ്റിവൽ, ഈ വിഷു സീസൺ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇന്നലെ ബസൂക്ക കണ്ടു. അതും അത്യാവശ്യം തിരക്കേട്ടില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഇന്നിപ്പോൾ മരണമാസ് കണ്ടു. മരണമാസ് ഈ പറഞ്ഞതുപോലെ വളരെ ഫെസ്റ്റിവൽ സീസൺ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും കുടുംബസമേതം പോയി സിനിമ കാണുക, കണ്ട് ചിരിക്കുക. അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. മരണമാസ്, കൊലമാസ്.